الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين. ഏറ്റവും ആദരണീയരായ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുൽഹജ്ജ് 4-ാം തീയതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. നമുക്കറിയാം ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത് ദുൽഹിജ്ജ മാസം 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലാണ്. മഹാനായ പ്രവാചകൻ അമ്പിയാക്കന്മാരുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത അനുഭവങ്ങളും ത്യാഗങ്ങളും അനുസ്മരിച്ചുകൊണ്ട് അത് ആവിഷ്കരിച്ചുകൊണ്ട് ആണ് ഹജ്ജ് കർമ്മങ്ങളിലെ പല കർമ്മങ്ങളും വിശ്വാസികൾ നിർവഹിക്കുന്നത്. സാധാരണ റമദാൻ നോമ്പിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. റമദാൻ നോമ്പ് ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള ഒരു പരിശീലനമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തന്ന ജീവിതത്തിന്റെ വിജയമാർഗം അല്ലെങ്കിൽ ഹജ്ജിന്റെ സന്ദേശങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിജയം നേടിയെടുക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഹജ്ജിലൂടെ വിശ്വാസികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ പല ത്യാഗങ്ങളുമാണ് ഹജ്ജിൽ ആവർത്തിക്കുന്നത് നമ്മൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വക്രതയില്ലാത്ത ഋജുവായ മാർഗം നിങ്ങൾ പിന്തുടരണമെന്ന് അള്ളാഹു കൽപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഗുണമായി പറയുന്നത് ഇവിടെ തന്നെ ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്നത് വമാ കാന മിനൽ മുശ്രിക്കീൻ എന്നാണ്. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ ശിർക്ക് വന്നു പോകുന്നവരിൽപ്പെട്ടവനായിരുന്നില്ല. ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ജീവിതത്തിൽ ഇല്ലാത്തവനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നതാണ് അള്ളാഹു ആദ്യമായി പറയുന്നത്.
ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും അത് തന്നെയാണ്. നമുക്കൊക്കെ അറിയാം, ഹജ്ജിലുടനീളം ഹാജിമാര് ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തൽബിയത്താണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽകു ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ, നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്കൊരു പങ്കുകാരനുമില്ല, നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ഇന്നൽ ഹംദ വൻ നിഅമത, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സ്തുതിയും ലക നിനക്കാകുന്നു, വൽ മുൽക എല്ലാ അധികാരവും നിനക്കാകുന്നു, ലാ ശരീക ലക നിനക്കൊരു പങ്കുകാരനുമില്ല. ഹജ്ജിന്റെ കർമ്മങ്ങളിലുടനീളം വിശ്വാസികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണിത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജ് കർമ്മം പഠിപ്പിച്ചത് മുതൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലുള്ള കൊള്ളരുതായ്മകളും ശിർക്കിന്റെ അംശങ്ങളും ഒക്കെ നീക്കിയ കാലം, എല്ലാ കാലഘട്ടത്തിലും ഹാജിമാര് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ തൗഹീദിന്റെ സന്ദേശം. അപ്പോ ജീവിതത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹ്, ആരാധ്യൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാത്ത സകലവും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഒരു സൃഷ്ടിയും ആരാധനക്ക് അർഹനല്ല. അത് മഹാനാവട്ടെ, മഹദിയാവട്ടെ, മറ്റെന്തെങ്കിലും വസ്തുക്കളാവട്ടെ, ഒന്നും ആരാധനക്ക് അർഹരല്ല. പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് മാത്രമാണ് ആരാധനക്ക് അർഹൻ. അവന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങിക്കൊണ്ടാണ് ജീവിക്കേണ്ടത്. ഈ സന്ദേശമാണ് അതിപ്രധാനമായി ഹജ്ജിന് നൽകാനുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവിനോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മുൻകഴിഞ്ഞു പോയ മഹാന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് ആ രൂപങ്ങളോട് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ, അവയെ പൂജിക്കുമ്പോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവിന്റെയും ആ കാലഘട്ടത്തിലുള്ള വിശ്വാസികളുടെയും വിശ്വാസം ആ വിഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്ന മഹാൻ, പ്രതിനിധാനം ചെയ്യുന്ന മഹാൻ ഞങ്ങളെ സഹായിക്കുമെന്നാണ്. അതുകൊണ്ടാണ് അവരെ അങ്ങനെ ആ വിഗ്രഹങ്ങളെ വെച്ച് തേടിയത്. ആ പിതാവിനോട്, ആ സമൂഹത്തോട്, പിതാവിനോട് ആദ്യമായി ചോദിക്കുക ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. അല്ലയോ പ്രിയപ്പെട്ട പിതാവേ, കാണാത്ത, കേൾക്കാത്ത, ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത ഈ വസ്തുക്കളെ ആണോ നിങ്ങൾ ആരാധിക്കുന്നത്? എന്തിനാണ് ഈ വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കാൻ. അവൻ മനുഷ്യന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ അല്ലാതെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു സൃഷ്ടികളിലേക്കും ആരാധനയുടെ ഒരു രൂപവും തിരിയാൻ പാടില്ല. ആ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങിക്കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന വിശ്വാസികളും ആ ഹജ്ജിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഒന്നാമതായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരുച്ചരിക്കാനെങ്കിലും യോഗ്യത ഉള്ളവരായിരിക്കണം. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാളോട് തേടിയതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നല്ല, ലോകത്ത് കഴിഞ്ഞു പോയ ഒരു പ്രവാചകനും അള്ളാഹു അല്ലാത്ത മറ്റൊരു പടപ്പിനോടും തേടിയതായിട്ടോ ഒരു പടപ്പിനും ആരാധനയുടെ ഏതെങ്കിലും ഒരു രൂപം അർപ്പിച്ചതായിട്ടോ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളും മുസ്ലിമീങ്ങളാണ്, അല്ലെങ്കിൽ ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അവരുടെ അവസ്ഥ, അവരുടെ വിശ്വാസത്തിന്റെ അവസ്ഥ പരിശോധിക്കണം, ചിന്തിക്കണം അവർ. കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നതാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംബാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബ്അതൂൻ. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവര് വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ദുആ ചെയ്യുന്ന ആളുകൾ, ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവരൊന്നും സൃഷ്ടിക്കുന്നില്ല, അവരെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു തേടുന്നുണ്ടോ അവരാരും ഒരു വസ്തുവും സൃഷ്ടിക്കുന്നില്ല, മാത്രമല്ല അവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അംബാത്തുൻ, മൗത്തായി പോയവരാണ്, മരിച്ചു പോയവരാണ്. ഗൈറു അഹ്യാഇൻ, ജീവനുള്ളവരല്ല. വമാ യശ്ഉറൂന അയ്യാന യുബ്അതൂൻ, അവരെപ്പോ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പോലും അവർക്കറിയില്ല. അവൻ മഹാനാണ്, മഹദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ, ഞങ്ങളും മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന ആളുകൾ വിളിച്ചു തേടിക്കൊണ്ട്
നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാന്മാര്, മഹതികൾ, അവരൊക്കെ മരണപ്പെട്ടു പോയവരാണ്. അവർ തന്നെ എപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പോലും അറിയാത്തവരാണ് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരാം. ഈ ആയത്ത് ഓതുമ്പോ നമ്മുടെ സമൂഹത്തിലെ പുരോഹിതന്മാര് പറയുന്നത് അത് ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടി അള്ളാഹു അല്ലാത്തവരോട് തേടുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ അള്ളാഹുവിന്റെ അടിമയാണെന്ന വിശ്വാസത്തോടു കൂടി അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളോട്, ജീവിച്ചിരിക്കുന്ന ആളുകൾ പരസ്പരം സഹായം തേടുന്നത് പോലെ അവരോട് സഹായം തേടുന്നതിന് കുഴപ്പമില്ല എന്ന് ന്യായീകരിക്കുന്ന പുരോഹിതന്മാര് പകരം നമുക്ക് പറഞ്ഞു തരേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ ഒരു മാതൃക കാണിച്ചു തന്നിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനോട് വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുമ്പോ ആ കാണാത്ത, കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത ഈ വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ പകരം ആ വിഗ്രഹം ഒഴിവാക്കിക്കൊണ്ട് ആ മഹാന്മാരോട് അവർ ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ നിങ്ങൾ തേടിക്കൊള്ളുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഞങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരാണ് എന്ന് വാദിക്കാനുള്ള ഒരു അവകാശം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ ലോകത്ത് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകനോ ഇലാഹാണെന്ന വിശ്വാസത്തോടു കൂടി ഒരു തേട്ടവും, ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളാണ് എന്നുള്ള നിലക്ക് മറ്റൊരു തേട്ടവും പഠിപ്പിച്ചു തന്നതായി ഇസ്ലാമിക ചരിത്രത്തിലോ ഇസ്ലാമിക പ്രമാണങ്ങളിലോ എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ സന്ദേശമാണ് ഹജ്ജിന്റെ ഒന്നാമത്തെ സന്ദേശം. ഹജ്ജിനെ നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നുവെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ആരാധനയുടെ ഒരു രൂപവും, പ്രാർത്ഥനയാവട്ടെ, വിളിച്ചു തേട്ടമാവട്ടെ, നേർച്ച വഴിപാടുകളാവട്ടെ, സത്യം ചെയ്യലാവട്ടെ, തുടങ്ങി ഒരു ആരാധനയുടെ ഒരു രൂപവും അള്ളാഹു അല്ലാത്ത മറ്റൊരു മഹാനിലേക്കും സമർപ്പിക്കാതിരിക്കുക എന്നതാണ് തൗഹീദിന്റെ അതിപ്രധാനമായ ഒന്നാമത്തെ സന്ദേശം. അപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് ഉച്ചരിക്കാനെങ്കിലും അർഹത ഉണ്ടാവണമെങ്കിൽ, ഞങ്ങളും ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരാണ് എന്ന അവകാശവാദം ഉന്നയിക്കാൻ അർഹതയുണ്ടാവണമെങ്കിൽ ഈ തൗഹീദ് അംഗീകരിച്ചവരായിരിക്കണം. ഇതാണ് നമ്മൾ ഒന്നാമത്തെ തൗഹീദിന്റെ സന്ദേശമായി മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമതായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞതായിട്ട് ഖുർആൻ പറയാം. ഖുർആനിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, സ്വയം വിഡ്ഢിത്തത്തിൽ അകപ്പെട്ടവരല്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ വെറുക്കുകയില്ല. എന്നിട്ട് അള്ളാഹ് പറയാം, തീർച്ചയായും അള്ളാഹ് പറയാം, ഞാൻ ദുനിയാവിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ആഖിറത്തിൽ അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാം, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. റബ്ബ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സത്താവ്, രക്ഷിതാവ് അദ്ദേഹത്തോട് ആ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. അസ്ലിം, റബ്ബിന്റെ വിധിക്ക് നിങ്ങൾ കീഴൊതുങ്ങണം, റബ്ബിന് നിങ്ങൾ കീഴൊതുങ്ങണം എന്ന് പറഞ്ഞ സമയത്ത് ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബിന് പൂർണ്ണമായും കീഴൊതുങ്ങിയിരിക്കുന്നു. മുസ്ലിമാണ് എന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കും ഇത് പറയാൻ സാധിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹു നമ്മളോട് ഓരോരുത്തരോടും നിങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിന് കീഴൊതുങ്ങണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരിലൂടെ കൽപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അനുസ്മരിക്കുന്ന ഞാനും നിങ്ങളും സ്വന്തത്തോട് ചോദിക്കുക, അള്ളാഹു അസ്ലിം, നീ പൂർണ്ണമായി റബ്ബിന് കീഴൊതുങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റബ്ബിന് കീഴൊതുങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഇതാണ് ഹജ്ജിന്റെ രണ്ടാമത്തെ സന്ദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് അവന്റെ കൽപ്പനകളെ ശിരസാവഹിച്ച് ജീവിക്കുന്നതിന് ഭൗതിക ലോകത്ത് ജീവൻ ബലി കഴിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അതിന് തയ്യാറാണ് എന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്ദേശം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്കറിയാം, ലോകരക്ഷിതാവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ എതിരാളികളായിട്ടുള്ള ആളുകൾ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി
അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പറയുമ്പോ എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യം, നിങ്ങൾ ഈ തീക്കുണ്ടാരത്തിലേക്കാണ് എന്നെ എറിയുന്നതെങ്കിൽ ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് എന്റെ റബ്ബ് മതി, അവൻ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എത്ര മതിയായവനാണ്. എന്റെ ജീവൻ അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് മുമ്പിൽ, അള്ളാഹുവിന്റെ പ്രീതിക്ക് മുമ്പിൽ, അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നതിന്റെ കാര്യത്തിൽ അതിൽ നിന്ന് ഒരടി പോലും പിറകോട്ട് പോവാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എന്റെ ജീവൻ ബലി കഴിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അള്ളാഹുവിന് കീഴൊതുങ്ങാൻ തയ്യാറാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ സന്ദേശം. അപ്പൊ ഹജ്ജ് ചെയ്യുമ്പോഴും ഹജ്ജിന്റെ കർമ്മങ്ങൾ ആവർത്തിക്കുമ്പോഴും ഹജ്ജിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് ഭൗതിക ലോകത്തെ ട്രെൻഡുകൾക്ക് പിന്നാലെ, ഭൗതിക ലോകത്തെ സുഖസൗകര്യങ്ങൾക്ക് പിന്നാലെ ഓടുന്ന ആളുകൾ, ഞങ്ങളും മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക്, ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് എത്രത്തോളം നമ്മൾ വില കൽപ്പിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും, ഞാൻ ഏതെങ്കിലും ഒരാളെ ഉദ്ദേശിച്ചല്ല, മുസ്ലിം സമുദായത്തിലെ ഓരോ അംഗവും ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് ഞാൻ കൊടുക്കുന്ന സ്ഥാനം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ദീനിന്, അതിന്റെ വിശ്വാസാചാരങ്ങൾക്ക്, അതിലെ സംസ്കാരത്തിന്, അതിലെ വേഷവിധാനത്തിന്, അതിലെ പെരുമാറ്റ മര്യാദകൾക്ക് ഞാൻ കൊടുക്കുന്ന സ്ഥാനം എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. നമുക്ക് ഇവിടെ പലപ്പോഴും വലിയ മഹത്വമേറിയതായിട്ട് അല്ലെങ്കിൽ വലിയ ഔന്നിത്യമായി തോന്നുന്നത് മറ്റു പല സംസ്കാരങ്ങളുമാണ്, മറ്റു പല ജീവിത രീതികളുമാണ്, പല താരങ്ങളുമാണ്, പല സ്റ്റാറുകളുമാണ്. അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് അപ്പുറം വലുതല്ല ഒന്നും. ഭൗതിക ജീവിതത്തിലെ സമ്പത്തോ സുഖസൗകര്യങ്ങളോ ഭൗതിക ജീവിതത്തിന്റെ ഭംഗിയോ ഒന്നും അള്ളാഹുവിന്റെ കൽപ്പനയേക്കാൾ വലുതല്ല എന്ന് പ്രഖ്യാപിക്കുകയും അത് പ്രാവർത്തികമായി കാണിച്ചു തരികയും അത് നമ്മോട് പ്രാവർത്തികമായി ആവർത്തിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നോക്കൂ നിങ്ങൾ, ജീവിതത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടതാണ് സ്വന്തം മകൻ. ആ സ്വന്തം മകനെ അറുക്കാൻ കൽപ്പിച്ചപ്പോ ഭൗതിക ജീവിതത്തിൽ എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം മകനെ ബലിയറുക്കാൻ തയ്യാറായി. ആ ത്യാഗത്തെ, ആ അർപ്പണ ബോധത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മളും ബലിയറുക്കുന്നത്. ഞങ്ങളും അതിന് സന്നദ്ധരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബലിയറുക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റബ്ബിന് നിങ്ങൾ കീഴൊതുങ്ങുക എന്ന് റബ്ബ് പറഞ്ഞപ്പോ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ആ റബ്ബിന്റെ വിധിക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. ഇതാണ് ഹജ്ജിന്റെ രണ്ടാമത്തെ സന്ദേശമായി, ഏറ്റവും പ്രധാനമായ സന്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോ ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ, ആ ഹജ്ജിന്റെ മാസങ്ങളിൽ, ദിവസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് നിർബന്ധമായി പ്രഖ്യാപിച്ചാൽ ഫലാ റഫസ, അവൻ അനാവശ്യമായ ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല. വലാ ഫുസൂഖ, അവൻ ഒരു അധർമ്മവും തെമ്മാടിത്തവും ചെയ്യാൻ പാടില്ല. വലാ ജിദാല ഫിൽ ഹജ്ജ്, അനാവശ്യമായ ഒരു തർക്കവും ഹജ്ജിൽ പാടില്ല. അപ്പൊ ഹജ്ജ് നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ അധർമ്മം ചെയ്യാൻ പാടില്ല, അനാവശ്യമായ തർക്കങ്ങളിലോ തിന്മകളിലോ വേണ്ടാത്തരങ്ങളിലോ ഏർപ്പെടാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഹജ്ജ് സ്വീകാര്യമാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഫുസൂക്ക് പാടില്ല, അധർമ്മവും തെമ്മാടിത്തരവും തോന്നിവാസവും മറ്റ് തിന്മകളും പാടില്ല ഹജ്ജിൽ എന്ന് പറയുമ്പോ അത് ഹജ്ജിലേക്ക് മാത്രം പരിമിതമാണോ? വലാ ഫുസൂഖ വലാ ജിദാല, അധർമ്മം പാടില്ല, അനാവശ്യമായ തർക്കം പാടില്ല ഹജ്ജിൽ എന്ന് പറയുമ്പോ ഹജ്ജ് നിർവഹിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു വേണ്ടാത്തരവും വരാൻ പാടില്ല ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോ എന്ന് അള്ളാഹ് പറയാം. എന്നാൽ അത് ഹജ്ജ് കർമ്മത്തിലേക്ക് മാത്രം പരിമിതമാണോ? അല്ല, ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കേണ്ടതാണ് അത് വളരെ കൃത്യമായിട്ട് അള്ളാഹ് പറഞ്ഞതാ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളായിട്ടുള്ള അധർമ്മകാരികളായിട്ടുള്ള ആളുകളെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല, അവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അധർമ്മങ്ങളും തോന്നിവാസങ്ങളും അക്രമങ്ങളും ഒന്നും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് അതുണ്ടായാൽ ഹജ്ജ് സ്വീകാര്യമാവുകയില്ല. ഹജ്ജിൽ അറഫയിൽ നിന്നുകൊണ്ട് എല്ലാ
പാപങ്ങളും അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ അറഫയിൽ നിൽക്കുന്ന ഒരു ഹാജി ജീവിതത്തിലെ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ഞാൻ ജീവിക്കാനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഹാജി, ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ തിരിച്ചു വരുന്ന ഒരു ഹാജി, അത് ഹജ്ജിന്റെ സന്ദേശമാണ്. ജീവിതത്തിൽ സംസ്കരണം ഉണ്ടാവണം. ഫുസൂഖ് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഫാസിഖ്യങ്ങളെ, അധർമ്മകാരികളെ, തോന്നിവാസികളെ, തെമ്മാടികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അത് ഹജ്ജിലേക്ക് മാത്രം ബാധകമല്ല, ഹജ്ജ് നൽകുന്ന സന്ദേശമാണ് ജീവിതത്തിലെ എല്ലാ അധർമ്മങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നത്. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായത് വിളിച്ചു പറയാൻ പാടില്ല, അനാവശ്യമായ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല, ഒരു അക്രമവും ചെയ്യാൻ പാടില്ല. ഇത് മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു പ്രകടനം കേട്ടു. കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് ഇവിടുത്തെ ഒരു വിഭാഗം മുസ്ലിമീങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. എങ്ങനെയാണ് ആ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്? ആ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചാല്, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വെറുക്കുന്ന അതിന്റെ ശത്രുക്കൾ എക്കാലത്തും പ്രകോപനപരമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങേയറ്റത്തെ ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും, അങ്ങേയറ്റം കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അവരങ്ങേയറ്റത്തെ ചീത്തകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പ്രവാചകന്മാരാരും അതിന് തത്തുല്യമായിട്ട് അങ്ങോട്ട് അതനുസരിച്ച്, ഇപ്പൊ നമുക്കറിയാം ഡാഷികളെ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് കാണാം നമുക്ക് ചില ആളുകൾ. ആ വാക്കുകളൊന്നും എനിക്ക് മിമ്പറിൽ വെച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, നമ്മൾ കേട്ടതാ. പക്ഷെ അതിന് തത്തുല്യമായി അതേ രൂപത്തിൽ അങ്ങോട്ട് പ്രതികരിക്കാൻ മുസ്ലിമിന് പാടില്ല. അത് മുസ്ലിം പേരിൽ പാർട്ടി ഉണ്ടാക്കിയാലും അല്ലാത്ത പേരിൽ പാർട്ടി ഉണ്ടാക്കിയാലും ഒരാൾ മുസ്ലിമാണോ എങ്കിൽ ചെറ്റകളെ തുടങ്ങിയ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. കാരണം ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നതാണത്. ഒരു പ്രവാചകന്മാരുടെ അനുയായികൾ സത്യത്തിന്റെ ആളുകളാണ്. അവർ നീതിയുടെയും ധർമ്മത്തിന്റെയും നന്മയുടെയും ആളുകളാണ്. അസത്യത്തിന്റെ ആളുകൾ അധർമ്മത്തിന്റെയും തെമ്മാടിത്തരത്തിന്റെയും ആളുകളാണ് ഇസ്ലാമിനെ വെറുക്കുന്നത്, മുസ്ലിമീങ്ങളെ വെറുക്കുന്നത്, അവർക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്, അവർക്കെതിരെ തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിവരം കെട്ടവരെ പോലെ തന്നെ ഞങ്ങളും അറബിയിൽ ഒരു കവിതയുണ്ട്, ഒരു കവി പാടിയ അലാലാ യജ്ഹലന്ന അഹദുൻ അലൈനാ ഫനജ്ഹലു അറിയുക, ഞങ്ങളോട് ഒരാളും ഒരു അക്രമവും വിവരക്കേടും ചെയ്തിട്ടില്ല, ആ വിവരക്കേട് ചെയ്യുന്നവനേക്കാൾ വലിയ വിവരക്കേട് ഞങ്ങൾ ചെയ്തിട്ടല്ലാതെ എന്ന്. അങ്ങനെ അത് ജാഹിലിയത്തിന്റെ മുദ്രാവാക്യമാണ്. ഇവിടെ നമ്മൾ സത്യത്തിന്റെ ആളുകളാണ്, ധർമ്മത്തിന്റെ ആളുകളാണ്, നീതിയുടെ ആളുകളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ എതിരാളികളായിട്ടുള്ള ശത്രുക്കളായിട്ടുള്ള ആളുകൾ തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നുവെങ്കിൽ, അവർ കളവ് പ്രചരിപ്പിക്കുന്നുവെങ്കിൽ, അവർ മറ്റ് വൃത്തികേടുകൾ മുസ്ലിം സമുദായത്തിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ തത്തുല്യമായി അതേ ഭാഷയിൽ പ്രതികരിക്കുക എന്നത് മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്ക് പാടില്ലാത്തതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവ ഗുണമായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയ വിവേകിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പം ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരുന്ന ഓരോ മുസ്ലിമും വിവേകിയായിരിക്കണം. അവൻ തമ്മാടിത്തം മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, അവൻ മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ പാടില്ല. അവൻ വിവേകത്തോടുകൂടി പക്വതയോടുകൂടി ആയിരിക്കണം മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു പക്ഷേ കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന മുദ്രാവാക്യമൊന്നും മുസ്ലിം സമുദായത്തിനെതിരെ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ എതിരാളികളായിട്ടുള്ള അറിവില്ലാത്ത ആളുകൾ ചെയ്യുന്നതിന് തത്തുല്യമായിട്ട് അങ്ങോട്ട് പ്രതികരിക്കുന്ന ഒരു രീതി ഒരിക്കലും മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം സമുദായത്തെ ആക്രമിക്കുന്ന ആളുകൾ, അവരെ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ ശാപത്തിനിരയായവരാണ് എന്ന് സൂറത്ത് അഹ്സാബിൽ അള്ളാഹു പറഞ്ഞതിന് ശേഷം അള്ളാഹ് പ്രയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്. വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനം വഇസ്മൻ മുബീനാ. വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളെയും വിശ്വാസിനികളെയും ഉപദ്രവിക്കുന്ന ആളുകൾ ബിഗൈരി മക്തസബു എന്നൊരു വാക്കുണ്ട് അവിടെ. ബിഗൈരി മക്തസബു,
അവര് പ്രവർത്തിച്ചതിലല്ലാതെ, നമ്മൾ പറയില്ല അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയാന്ന് പറയില്ലേ, ആ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയതല്ലാത്ത നിലക്ക് അവർ ഉപദ്രവിക്കപ്പെടുകയാണെങ്കിൽ അവര് ഗുരുതരമായ പാപമാണ് ചെയ്തത്, അവർ വലിയ അക്രമമാണ് വിശ്വാസികളോട് ചെയ്തിട്ടുള്ളത്, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് സൂറത്ത് അഹ്സാബിലൂടെ അള്ള പറയും. അവിടെ അള്ള പ്രയോഗിച്ചൊരു വാക്ക് അവര് പ്രവർത്തിച്ചത് കൊണ്ട് കിട്ടിയതല്ലാത്തത് എന്നാ. അപ്പൊ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയത്. അപ്പൊ നമ്മുടെ കയ്യിലിരിപ്പ് നന്നാവണം. നമ്മൾ അങ്ങോട്ട് വൃത്തികേടുകൾ വിളിച്ചു പറയാൻ പാടില്ല, നമ്മൾ അങ്ങോട്ട് അക്രമങ്ങൾ കാണിക്കാൻ പാടില്ല. അറിവില്ലാത്ത ആളുകൾ, ദീനിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ, ഇസ്ലാമിന്റെ എതിരാളികളായിട്ടുള്ള ആളുകൾ, പിശാചിന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ പലതും പറയും, പലതും വിളിച്ചു പറയും. അതിന് തത്തുല്യമായി പ്രതികരിക്കാതെ സംയമനത്തോടുകൂടി അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ ദാസന്മാരായിക്കൊണ്ട് നല്ല നിലക്ക് ദീനിനെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ശരിയായ അടിമയായിക്കൊണ്ട് നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളുമായിക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായിരിക്കണം എന്നതാണ് ഹജ്ജിന്റെ അതിപ്രധാനമായ മറ്റൊരു സന്ദേശം. അപ്പൊ ഈ നിലക്ക് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലുള്ള ഓരോ സന്ദേശങ്ങളും വളരെ കൃത്യമായി ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇങ്ങനെ ഹജ്ജിനെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ലോകത്തുള്ള മുസ്ലിം സമുദായം തയ്യാറായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിന് ഇന്നുള്ളതിനേക്കാൾ ഇസ്സത്ത് വർദ്ധിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കിയ നമ്മളെങ്കിലും ജീവിതത്തിൽ ഈ ഹജ്ജിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമ്മൾ പരിശ്രമം നടത്തുക. സർവശക്തനായ നാഥൻ എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീന റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുൽഹജ്ജ് 9 അറഫ ദിനം. നമുക്കൊക്കെ അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ് എന്നാണ്. ലക്ഷക്കണക്കിന് ഹാജിമാര് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനയും ദിക്റും ഇസ്തിഗ്ഫാറും തൗബയുമായി കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഹജ്ജിന്റെ അതിപ്രധാനമായ ഒരു കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത്. ജീവിതത്തിൽ അന്നേ വരെ ചെയ്തു പോയ എല്ലാ കർമ്മങ്ങളും പാപങ്ങളും അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട്, റബ്ബേ ഒരുപാട് അബദ്ധങ്ങളും വീഴ്ചകളും ഞങ്ങളിൽ സംഭവിച്ചു പോയി, അതെല്ലാം തിരുത്തിക്കൊണ്ട് നിന്റെ അടിമയായി ജീവിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന ആ ദിവസം. അതുകൊണ്ടാണ് അൽ ഹജ്ജു അറഫ, അറഫ ഹജ്ജ് എന്നാൽ അറഫയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ദിവസത്തിന്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ദിവസമാണ് അറഫ ദിവസം എന്ന്. ആ അറഫ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി നിശ്ചയിച്ചതാണ്. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അറഫ ദിനം ബുധനാഴ്ചയാണ്. ആ ബുധനാഴ്ചയിലെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്നതാണ് അറഫാ ദിനത്തിലെ നോമ്പ് എന്ന് അത്രത്തോളം അത് മഹത്വം ആ നോമ്പിന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും അത് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വ്യാഴാഴ്ചയാണ് പെരുന്നാൾ. നമ്മള് പെരുന്നാൾ നമസ്കാരം ഇവിടെ പള്ളിയിൽ വെച്ചാണ്, രാവിലെ 7:30 പള്ളിയിൽ വെച്ചാണ് പെരുന്നാൾ നമസ്കാരം. മഴയും മറ്റു അസൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പൊതുവെ നമുക്കറിയാം നിസ്കാരങ്ങൾ, പെരുന്നാൾ നിസ്കാരം മുസല്ലയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹിലാണ് സുന്നത്തായി നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം പള്ളിയിലാണ് 7:30 അറിയിക്കുകയാണ്. പിന്നെ സാധാരണ പെരുന്നാൾ നിസ്കാരത്തിന്റെ പെരുന്നാളിന്റെ സുന്നത്തുകളെ കുറിച്ചൊക്കെ നമുക്കൊക്കെ അറിയാം. പെരുന്നാൾ നിസ്കാരത്തിന് പിന്നെ നേരത്തെ എഴുന്നേൽക്കുകയും അതുപോലെ തന്നെ കുളിച്ച് വൃത്തിയായിക്കൊണ്ട് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുകയും എന്നിട്ട് കൂട്ടമായിക്കൊണ്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് മുസല്ലയിലേക്ക് പുറപ്പെടുകയും ഒരു വഴിയിലൂടെ വരികയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുകയും ചെയ്യുക എന്നതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതെ മുസല്ലയിലേക്ക് വരിക എന്നതാണ് ബലിപെരുന്നാളിന്റെ സുന്നത്ത്. ഈദുൽ ഫിത്തറിന് ഭക്ഷണം കഴിച്ചു കൊണ്ടുവരിക എന്നതും ഈദുൽ അദ്ഹക്ക് ബലിപെരുന്നാളിന്
ഭക്ഷണം കഴിക്കാതെ മുസല്ലയിലേക്ക് വരിക എന്നതുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ദീനിന് അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ചെറുതായാലും വലുതായാലും ഞങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറാണ് എന്നതാണ്. പല കാര്യങ്ങളും എല്ലാ കാര്യത്തിനെയും ഒന്നും യുക്തിയൊന്നും നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അത് അങ്ങനെ റസൂലുള്ളാഹി സുന്നത്തായി പഠിപ്പിച്ചു, അത് നമ്മൾ അനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ ബലികർമ്മം നിർവഹിക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മം നിർവഹിക്കുന്ന ആളുകൾ അത് ഉളുഹിയ്യത്ത് എന്നുള്ള നിലക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമസ്കാര ശേഷം മാത്രമായിരിക്കണം അത് നിർവഹിക്കുന്നത്. നിസ്കാരം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ശേഷം മാത്രമേ ബലി അറുക്കാൻ പാടുള്ളൂ. അതിന് മുമ്പേ അറുക്കുന്നുവെങ്കിൽ അത് സാധാരണ മൃഗങ്ങളെ അറുത്ത് ദാനം ചെയ്യുന്നത് പോലെ ഒരു ദാനം മാത്രമേ ആവുകയുള്ളൂ. അത് സുന്നത്തായി ആവണമെങ്കിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ശേഷമായിരിക്കണം ബലി അറുക്കേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു ദീനിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സർവശക്തനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും അതിലും അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണം റഹ്മാനെ. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട നിലക്ക് വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിച്ചതുപോലെ ശുദ്ധമായ മനസ്സുമായി നിന്നിലേക്ക് തിരിച്ചു വരുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങൾ ഓരോരുത്തരും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഏവരെയും നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റഹ്മാനെ. അള്ളാഹു, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവർ ബർസഖി ജീവിതത്തിലാണ്. നാഥ, അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളും ഉണ്ട് നാഥ. അവരുടെയൊക്കെ രോഗത്തിന് നീ ശിഫ നൽകണം റഹ്മാനെ. സാമ്പത്തികവും ജോലി സംബന്ധമായ പല പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകളുണ്ട് നാഥ. ഞങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളെയും നീ നീക്കി തരണം റഹ്മാനെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും ഒക്കെ നീ റഹ്മത്തും ബർക്കത്തും ചൊരിയണം റബ്ബേ. അള്ളാഹുവെ, രണ്ട് ലോകത്തും നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.